അഫ്ഗാനിസ്ഥാൻ ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നു. താലിബാൻ ഭരണാധികാരികൾ ഡസൻ കണക്കിന് ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലാനും 4 കുറ്റവാളികളെ മതിലിൽ ഇടിച്ചു വധിക്കാനും ഉത്തരവിട്ടു. ഡസൻ കണക്കിന് ആളുകളെയാണ് കല്ലെറിഞ്ഞു കൊല്ലാനും 4 കുറ്റവാളികളെ മതിലിൽ ഇടിച്ചു വധിക്കാനും താലിബാൻ ഉത്തരവിട്ടത്. ഇത് ഭരണകൂടത്തിന് കീഴിൽ നടക്കുന്ന ക്രൂരതയുടെ വ്യാപ്തി തുറന്നു കാണിക്കുന്നുണ്ട്. താലിബാന്റെ സുപ്രീം കോടതി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 അഫ്ഗാനിസ്ഥാനിലുടനീളം 1000-ലധികം ആളുകളെ പരസ്യമായി ചാട്ടവാറടിക്ക് വിധേയരാക്കിയിരുന്നു. ഇവരിൽ 150 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ശാരീരികമായ ശിക്ഷയിൽ കുത്തനെയുള്ള വർധനവാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയത് കാബൂളിലാണ്. മോഷണം, വീട്ടിൽ നിന്ന് ഓടിപ്പോകൽ, ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമെന്ന് കരുതുന്ന പ്രവർത്തികൾ എന്നിവയുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ഈ വർഷം 1030 പേരെ പരസ്യമായി ചാട്ടവാറടിക്ക് വിധേയരാക്കിയതായി താലിബാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നു. 2025 ചാട്ടവാറടികളുടെ എണ്ണം മുൻവർഷത്തെ വാർഷിക ആകെ തുകയുടെ ഇരട്ടിയാണ്. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ശാരീരിക ശിക്ഷ ഇങ്ങനെ ഒരു പതിവായി മാറിയെന്ന് ഇക്കാര്യം വ്യക്തമാക്കുന്നു. അതിനുശേഷം താലിബാൻ രാജ്യവ്യാപകമായി കുറഞ്ഞത് 1848 പേരെ പരസ്യമായി ചാട്ടവാറടിക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 250 സ്ത്രീകളുണ്ടെന്ന് കണക്കുകളും സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം എല്ലാ പ്രവിശ്യകളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശിക്ഷകൾ പലപ്പോഴും ജനക്കൂട്ടത്തിന് മുന്നിൽ പരസ്യമായി നടപ്പിലാക്കിയിരുന്നു. ചാട്ടവാറടിക്ക് പുറമെ 2025 ഗോസ്റ്റ്, ബദ്ഗീസ്, പക്തിയ എന്നീ പ്രവിശ്യങ്ങളിൽ താലിബാൻ 3 പൊതുവധശിക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഗോസ്റ്റിലെ ഏറ്റവും പുതിയ കേസിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ 10,000-കണക്കിന് കാണികളുടെ മുന്നിൽ വെച്ച് തൂക്കിലേറ്റി. 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് ശിക്ഷ നടപ്പിലാക്കിയതെന്ന് റിപ്പോർട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കപ്പെടാൻ കാരണമായി. ഡിസംബർ 2 കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിൽ 80,000 പേരടങ്ങുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് മംഗൾ എന്നു പേരുള്ള വ്യക്തി വെടിയേറ്റ് മരിച്ചത്. മൊത്തത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ താലിബാൻ ഗിസാസ് എന്നറിയപ്പെടുന്ന പ്രതികാര തത്വത്തിന് കീഴിൽ കുറഞ്ഞത് 178 വധശിക്ഷകൾ വിധിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ക്രൂരമായ ഒരു മരണത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഈ ഒരു ശിക്ഷ കൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ വിമർശിച്ചും ആളുകൾ രംഗത്ത് വരുന്നുണ്ട്.